ഈ അവധിക്കാല തിരക്കിനിടയിൽ കൂടിയ കാശ് കൊടുത്ത് എയർ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ ചെന്നപ്പോഴാണ് പല കുടുംബങ്ങൾക്ക് ഒരു വലിയ അബദ്ധം മനസ്സിലായത്. തങ്ങളുടെ ടിക്കറ്റിൽ ഈ സർനെയിം രേഖപ്പെടുത്തിയിട്ടില്ല. ചില ആളുകൾക്ക് പാസ്പോർട്ടിൽ സർനെയിം ഉണ്ടാവില്ല, ഫാമിലി നെയിം ഉണ്ടാവില്ല, വെറും പേര് മാത്രം രേഖപ്പെടുത്തിയിരിക്കും. അങ്ങനെയുള്ളവർ ടിക്കറ്റ് എടുക്കുമ്പോൾ സാധാരണഗതിയിൽ ചില നിർദ്ദേശങ്ങൾ പാലിക്കണം. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് സജീവമായിട്ടത് പറയുന്നതാണ്. എല്ലാ പാസ്പോർട്ടുകളിലും മിഡിൽ ഈസ്റ്റിലോ യൂറോപ്പിലോ യാത്ര ചെയ്യുന്നവർക്കെല്ലാം നാട്ടിൽ നിന്ന് വരുമ്പോൾ പ്രത്യേകം സർനെയിം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണമെന്ന്. പക്ഷേ നേരത്തെയുള്ള പാസ്പോർട്ടുകളിൽ അത് മാറ്റാത്തവർ, സർനെയിം ആഡ് ചെയ്യാത്തവർ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഞങ്ങളുടെ മുന്നിൽ വന്ന ചില ടിക്കറ്റുകളും അവരുടെ നിരാശയും ഞങ്ങളിവിടെ സൂചിപ്പിക്കുകയാണ്. അവർ എയർപോർട്ടിൽ ചെല്ലുന്നു, വലിയ കാശ് കൊടുത്ത ടിക്കറ്റ് എടുത്തത്. അപ്പോഴാണ് അറിയുന്നത് സർനെയിം ഇല്ലാത്തതിൻ്റെ പേരിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോകേണ്ടി വന്നു. ആ കാശും നഷ്ടമായി. പ്രത്യേകിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ചില ടിക്കറ്റുകൾക്കൊന്നും കാശ് തിരിച്ച് കിട്ടുന്ന സ്കീം ഇല്ലാത്തതുമുണ്ട്. എന്തായാലും മനസ്സിലാക്കിയിരിക്കുക. അനുഭവസ്ഥരുടെ പാഠത്തിൽ നിന്ന് ഞങ്ങളിതേക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായ കാര്യം എല്ലാവരെയും അറിയിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, ടിക്കറ്റ് എടുക്കുമ്പോൾ സർനെയിം ചോദിക്കുന്ന ഭാഗത്ത്, ഫാമിലി നെയിം ചോദിക്കുന്ന ഭാഗത്ത് ഒന്നുകിൽ നമ്മുടെ പേരിനൊപ്പം FNU എന്ന് എഴുതുക. എന്ന് വെച്ചാൽ ഫാമിലി നെയിം അൺനോൺ, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഈ പേര് തന്നെ ഒന്നുകൂടി എഴുതാം. ഇപ്പോൾ പേര് സിംഗിൾ പേരാണ്, X എന്നാണ് പേരെങ്കിൽ ഒരു X കൂടി അപ്പുറത്തിടാമെന്നർത്ഥം. മൂന്നാമത്തെ ഓപ്ഷൻ, പേരിനൊപ്പം ഫാദറിൻ്റെ പേര് പാസ്പോർട്ടിൽ നിന്നെടുത്ത് അതുപോലെ രേഖപ്പെടുത്താം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും മിനിമം ചെയ്തിരിക്കണമെന്ന്. ഇത് ഉത്തരവാദിത്തപ്പെട്ട ട്രാവൽ ഏജൻസികളിൽ ചെല്ലുമ്പോൾ അവർ കൃത്യമായിട്ടും ഒന്നുമില്ലെങ്കിൽ FNU എന്നെങ്കിലും എഴുതിയിട്ട് ഈ യാത്ര ബ്ലോക്കാവുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാറുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് യാത്രക്കാർക്കുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ ഒരു കോളം നിർബന്ധമായി ചോദിക്കാത്തത് കൊണ്ട്, സ്റ്റാർ കിടക്കാത്തത് കൊണ്ട് നമ്മളൊന്ന് ഫില്ല് ചെയ്യാതെ പോകും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഓൺലൈൻ ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ വിമാന കമ്പനികൾ ഒന്നുകിൽ അവിടെ രണ്ടാമത്തെ കോളത്തിൽ സർനെയിമോ ഫാമിലി നെയിമോ രേഖപ്പെടുത്തിയില്ലെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് പോകുന്ന ആ സാഹചര്യം കൂടി ബ്ലോക്ക് ചെയ്യണം. ഇത് ആളുടെ നിന്ന് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് കാശും വാങ്ങി വെച്ച് ടിക്കറ്റും ഇഷ്യൂ ചെയ്ത് വെച്ചിട്ട് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ രണ്ടാമത്തെ പേര് അവിടെ ഇല്ല എന്ന് പറഞ്ഞ് നിരാകരിക്കുന്ന സംവിധാനം പ്രാകൃതമാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ട്രാവൽ ഏജൻസികളെ സമീപിച്ചിട്ട് ഇങ്ങനെ കൺഫ്യൂഷനുള്ളവർ അത് തീർക്കണം എന്ന കാര്യം കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾ വിളിച്ച് സംസാരിച്ച നിരവധി ട്രാവൽ ഏജൻസികൾ അവരുടെ യാത്രക്കാരെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ സാധാരണ ഒരു സർവീസ് ഫീസ് വാങ്ങുന്നതിനപ്പുറം എത്ര മഹത്തരമായ രീതിയിൽ ട്രാവൽ ഏജൻസികൾ ഈ കാലഘട്ടത്തിലും പെരുമാറുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യമായതാണ്.